ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അതിജീവിത ഒരു പോസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. വിധിന്യായം വന്ന അന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് കുറെ വേവലാതിക്ക് പറഞ്ഞിട്ടായിരുന്നു അല്ലെ. എനിക്ക് ശരിക്കും ന്യായം ആയില്ല, അവർ ശരിക്കും അവർക്ക് പനിഷ്മെന്റ് കൊടുത്തില്ല എന്നൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടായിരുന്നു. അത് വേവലാതികളായിരുന്നു. പക്ഷെ ഇന്ന് പറഞ്ഞിരിക്കുന്നത് കുറെ വേദനകളാണ് കേട്ടോ. അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ശരിക്കും നമ്മുടെ ഹൃദയം പൊടിഞ്ഞു പോകും. അത്രയും വേദനകളാണ് ശരിക്കും ആ സ്ത്രീ പങ്കുവെച്ചിരിക്കുന്നത്. എനിക്കത് കേട്ടപ്പോൾ, എനിക്ക് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ട്. നിങ്ങൾക്കും അതുപോലെ തന്നെയായിരിക്കും. നിങ്ങളും മനുഷ്യർ തന്നെയാണല്ലോ, നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ. അതുപോലെ തന്നെ രാഹുൽ ഈശ്വറിനെ ഒന്ന് പൊളിച്ചടക്കാനുണ്ട്. രാഹുൽ ഈശ്വറിന്റെ കുറെ വോയിസുകളും അതുപോലെ കാവ്യയുടെ അമ്മായിമ്മയുടെ കുറച്ച് വോയിസുകളും ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ കുറിച്ചും പൊളിച്ചടക്കണം. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പൊ എന്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക കേട്ടോ. അപ്പൊ ആദ്യം ചെയ്തിട്ട് തുടങ്ങാം. അപ്പൊ ആൾ എഴുതിയിരിക്കുന്ന പോസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തനിക്കെതിരെ അക്രമം നടന്നപ്പോൾ താൻ പ്രതികരിച്ചതാണോ എന്റെ കയ്യിലുള്ള തെറ്റ്? മാർട്ടിൻ ആന്റണി പുറത്തുവിട്ട ഒരു വീഡിയോ ഉണ്ടല്ലോ, അതിന് മറുപടി ആയിട്ടാണ് ഈ അതിജീവിത പ്രതികരിക്കുന്നത് കേട്ടോ. പിന്നെ പരാതിപ്പെട്ടതാണോ? ഉം വിധി എന്ന് സമാധാനിച്ച് ശരിക്കും ഇരിക്കണമായിരുന്നോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പരാതിപ്പെട്ടതാണോ നിങ്ങളുടെ പ്രശ്നം, അല്ലെങ്കിൽ എന്റെ വിധിയാണ് എന്ന് ഇതാക്കിയിട്ട് ഞാൻ ഇരിക്കണമായിരുന്നോ? പിന്നെ പിന്നീട് ഈ വീഡിയോ കാണുമ്പോൾ, എന്റെ ഈ നഗ്ന വീഡിയോ കാണുമ്പോൾ എന്തുകൊണ്ട് നീ അന്ന് പരാതിപ്പെട്ടില്ല എന്നൊക്കെ നിങ്ങൾ തന്നെ എന്നെ കുറ്റപ്പെടുത്തും അല്ലേ. അപ്പൊ ആ കുറ്റപ്പെടുത്തുന്നവരുടെ എന്തു പറയണമെന്നറിയാതെ ഞാൻ ആത്മഹത്യ ചെയ്യണമായിരുന്നോ എന്നാണ് ചോദ്യം. ഒക്കെ നമ്മളോട് ചോദിക്കാൻ കേട്ടോ. അതൊക്കെ കേട്ട സങ്കടമായി പോകും. നമുക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? എനിക്കതൊന്നും ചിന്തിക്കാൻ പോലും വയ്യ കേട്ടോ. അപ്പൊ എങ്ങനെയാണ് അതിജീവിതം സഹിക്കുന്നത്? എനിക്കത് ഓർക്കാൻ വയ്യ. ഇപ്പൊ താനാണ് ആ വീഡിയോ ചെയ്തത് എന്ന് നിങ്ങൾ എല്ലാവരും കൂടി പറയൂ. എല്ലാം പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അതായത് കാമുകനാണ്, ഉമ്മ വെച്ചിരുന്നു, അതുപോലെ അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ എടുത്ത് എല്ലാവരും ചെയ്തു കഴിഞ്ഞു. പിന്നെ ഞാൻ തന്നെയാണ് ആ വീഡിയോ ഉണ്ടാക്കിയത് എന്നും കൂടി പറയാമായിരുന്നില്ലേ എന്ന് പറയായിരുന്നു. പിന്നെ ഈ വീഡിയോ ചെയ്തവരോടും പ്രചരിപ്പിക്കുന്നവരോടും പറയുകയാണ്, നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിജീവിത എന്ന് പറഞ്ഞ് എന്നെ ഇതാക്കണ്ട, വെറും ഒരു മനുഷ്യനായി കണ്ടാ മതി, എന്നിട്ട് എന്നെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടായിരിക്കും കേട്ടോ അത് എഴുതിയിട്ടുണ്ടാവുക. അത്രയും വേദനിച്ചിട്ട് തന്നെയായിരിക്കും ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവുക കേട്ടോ. അപ്പോ അത് നമുക്ക് വളരെയധികം ഖേദമുണ്ട്. കാരണം ആരാണ് ഈ പിന്നിൽ പ്രവർത്തിച്ച ആ തന്ത്രം അറിയുന്ന ആ എന്താ പറയാ മുഖ്യൻ ആരാണ്, അത് നമുക്കറിയാം. ഒരുപാട് ഉത്കണ്ഠയുണ്ട് നമുക്ക്. എത്രയും പെട്ടെന്ന് അറിയട്ടെ. പോലീസ് ഒന്ന് ശരിക്കും ഒന്ന് തെളിവുകളൊക്കെ നിരത്തി ശരിക്കും ഒന്ന് നോക്കി ഒരാളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ മറ്റുള്ളവർക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലാവരും കൂടി ഒന്ന് ഉത്സാഹിച്ച ശരിക്കും അതിന് നീതി കിട്ടുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇനി നമുക്ക് രാഹുൽ ഈശ്വറിന്റെ കാര്യം തന്നെ പറയാട്ടോ. രാഹുൽ ഈശ്വർ കാവ്യയുടെ അമ്മായിമ്മയായിട്ടുള്ള വോയിസുകൾ കുറെ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം. സംശയം എന്താണ് എന്നിട്ട് പിന്നെ എവിടെ ഇവിടുന്ന് ഒരു കല്യാണത്തിന് ഗിഫ്റ്റും ഒക്കെ ആയിട്ട് പോയതാ. ഓഹോ. അപ്പൊ എന്റെ ചേച്ചി ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു ഡോക്ടർ. ചേച്ചി ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ കുറെ സംഭവങ്ങൾ ഇരിപ്പുണ്ടെന്നാല് ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ആരും പറയണ്ട. അത് ശരി. അത് കാണിക്കേണ്ടപ്പോ കാണിച്ചു. എന്നിട്ട് എന്തോ ചെയ്തെന്നറിയാമോ? ആന്റി വിളിക്കുന്ന സമയത്ത് വീട്ടിൽ വരണം മോൻ, കേട്ടോ? തീർച്ചയായും വരും. എന്നിട്ട് ഇത് കേട്ടോ, എന്നിട്ട് ഇത് മോനും 2 വാക്ക് പറയണം അതിനു വേണ്ടിയാ. എന്നിട്ട് എന്തോ ചെയ്തെന്നറിയാമോ? എന്റെ ചേച്ചി നാട്ടിൽ ചെന്നപ്പം ഈ ഡിറ്റക്ടീവ്സിനായിട്ട് അന്വേഷിപ്പിച്ചത് ആരാ, ഇത് എന്തുവാ, എന്തിനാ ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത ഒരു കുടുംബത്തെ കുറിച്ച് എഴുതിയെന്നൊക്കെ അന്വേഷിപ്പിച്ചു. എഴുതിയവന്മാരെ പിടിച്ചു. ഈ ആർ രാധാകൃഷ്ണൻ, യു ഹരീഷ്, കൊച്ചി ഒറ്റപ്പാലം പിടിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇത് കാവ്യയുടെ അമ്മ പറഞ്ഞു എന്തിനെ എന്ന് ചോദിച്ചേടനെ പറഞ്ഞു, ഇതൊക്കെ എഴുതാൻ പറഞ്ഞു എന്ന്. എന്തിനേം ചോദിച്ചെന്നേ പറഞ്ഞു. പബ്ലിക്കിന്റെ സിമ്പതി മേടിച്ച് അല്ലേ പറ്റത്തുള്ളൂ. അവർക്ക് കിട്ടാൻ പോവാ ഇതുപോലെ പഠിച്ചുള്ളത്. എന്നിട്ട് അവസാനം ഇപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് ഇവിടെ വിവാഹമോചനം എന്നൊക്കെ പറഞ്ഞ മോളെ ഞങ്ങൾ ടി വി കൂടെ കാണുന്ന ഇത് ചുമ്മാ കള്ളി കഴിവിടാൻ മോൾ. എന്നിട്ട് വേണ്ട ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടി അവന്റെ കൂടെ പോണമായിരുന്നു. ഇപ്പൊ മഞ്ജു ഭയങ്കര വഴക്കാണ്, അവിടെ വാളെ പിടിച്ച് നടക്കുക. അതെ, തീർച്ചയായും. ആന്റി ക്ഷമിക്കണം, ഒരു കാര്യം കൂടെ. ഇങ്ങനെ ഒരു കാര്യം അറിയാമെന്നുള്ളതുകൊണ്ടാണ് ആന്റി ഞാൻ ആന്റിയോട് അന്ന് ഞാൻ വിളിച്ചപ്പോൾ ചോദിച്ചു, ഓർക്കുന്നുണ്ടോ ആന്റി? അത് തന്നെ ആന്റി ഈ ബന്ധം മോനെ നമ്മള് അല്ല അപ്പോഴും മോൻ പറഞ്ഞു ഫെബ്രുവരി പ്രശ്നം യവൻ എന്നിട്ട് ഇങ്ങോട്ട് വിളിയൊക്കെ ഉണ്ടായിരുന്നു മോനെ.
കഥകൾ ഒരുപാടുണ്ട്. ആന്റി, കാരണം ഞാൻ ആന്റിയുടെ വീട്ടിൽ വന്നിരുന്നു ഒരിക്കൽ. ആഹാ. വന്നപ്പോ ഇവിടെ ആരുമില്ല, പിന്നെ ഡോർ ഗേറ്റും തുറക്കുന്നില്ല, പിന്നെ ഞാനങ്ങ് വിട്ടു. കാരണം അല്ലാതെ ഇവള് കല്യാണത്തിന് 3 ദിവസം മുമ്പ് മോനെ എനിക്ക് മോൻ വിളിച്ചപ്പോഴൊക്കെ ഞാൻ ഭയങ്കര വിഷമത്തിരിക്കുക. കാരണം എന്താണെന്നറിയാമോ, കല്യാണത്തിന് 3 ദിവസം മുമ്പ് ഈ പണ്ടാരം ചാവാൻ തുടങ്ങി ഇവള്. എന്റെ ഭഗവാനെ. അപ്പൊ അങ്ങനെ ഒരുപാട് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ എന്റെ ഇഷ്ടത്തിന് എന്റെ ഈ കല്യാണം നടത്തിയെന്ന്. ഞങ്ങൾ എന്തോ ചെയ്യും മോനെ. എനിക്ക് മനസ്സിലായി. കാരണം ഇത് ആരെക്കാളും കൂടുതൽ എനിക്ക് മനസ്സിലായി. ഞാൻ തകർന്നു പോയത് വേറൊന്നുമല്ല, എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു, എനിക്കറിയാവുന്ന കൊച്ചു പെൺകുട്ടികളോട് ഞാൻ പിടിച്ച ചെറുത ഇവനാണെ ഒന്ന് ദേഷ്യപ്പെടാൻ അറിയത്തില്ല. അത് ബാങ്കിലൊക്കെയാണ് ഭയങ്കര വലിയ റെസ്പോൺസിബിലിറ്റി. തീർച്ചയായും സ്ട്രെസ് ആവത്തില്ലേ അവൻ സ്ട്രെസ് ആവത്തില്ലേ? അവൻ അമേരിക്ക പഠിച്ച കുഞ്ഞ് നമ്മൾ പറഞ്ഞ കല്യാണം എടുത്തു. അതേ അവന് പറ്റിയ തെറ്റുള്ളൂ. അവന് ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് അവൻ ആന്റി എനിക്ക് തകർന്നു. ഞാൻ പറഞ്ഞു എഴുതിയേക്കുന്നു ഇതൊക്കെ ദിലീപിന്റെ പണിയാ. അല്ല ആന്റി, ഞാൻ പറയാൻ കേൾക്കും ഒരു സെക്കൻഡ്. കാരണം ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറിനെ ഞാൻ കണ്ടു. ട്രിവാൻഡ്രം റിപ്പോർട്ടർ. അപ്പൊ ട്രിവാൻഡ്രം റിപ്പോർട്ടർ എന്നെ കണ്ടപ്പോൾ എന്റെ അടുത്ത് ചോദിച്ചു, മാഷെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചു. കാരണം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കഥ കൊട്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ് പുള്ളി എന്നെ കണ്ടത്. പക്ഷെ അപ്പോഴെന്നെ കാണാൻ പറ്റില്ല. കാരണം ഞാൻ അപ്പൊ തന്നെ കാർ കൊടുത്ത് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇവർക്ക് എന്നെ കാണാൻ പറ്റിയില്ല. പിന്നെ ഒരു ദിവസം സെക്രട്ടേറിയറ്റിൽ ഒരു പ്രോഗ്രാമിന് ഞാൻ നിൽക്കുമ്പോൾ, ഞാൻ പാടാൻ വേണ്ടി നിൽക്കുമ്പോൾ, അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഷേ നമസ്കാരം, എന്താണ് നിശ്ചലിന് അറിയാവോ? ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ പ്രസ്സല്ലേ, എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് അയ്യോ അങ്ങനല്ല, എന്റെ ഒരു നെൽവിഷനായിട്ട് കാരണം വേറൊന്നുമല്ല, നമ്മൾ കുറച്ച് റൂമേഴ്സ് അറിഞ്ഞു. അപ്പൊ ഒരു സുഹൃത്തുനോ എനിക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു വാക്കേ പറയാനുള്ളൂ, അവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ആളുടെ വാക്ക് അഴുകി പോകുന്നു ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. ഒരു എന്താ പറയണേ, മനസ്സ് സഹിക്കാൻ വയ്യ. ഞാൻ അതൊക്കെ മന എഴുതിപ്പിച്ചതാണ്. ഞാൻ മ്യൂസിയത്ത് ജോഗിങ്ങിലായിരുന്നേ. അപ്പോഴ് 2 സ്ത്രീകൾ ബാക്കിൽ കൂടെ വരുന്നത്, എനിക്ക് അൺനോൺ പേഴ്സൺ, നമുക്ക് പരിചയമൊന്നുമില്ല. അവര് ബാക്കി കൂടെ നടന്നിട്ട് അല്ല അവളുടെ കളി ഞാൻ പറയാണ്. അവര് നടന്നപ്പോ അവര് പറയാണ്, ദിലീപും അല്ല എന്താണ് കാവ്യ മറ്റേ പയ്യനെ വിട്ടു കേട്ടോ. അല്ല അയ്യോ അവര് മഹാപന്നെന്ന്, ആ പെൺകുട്ടി പാവം, മനസ്സിലായില്ലേ? ഇവള് സിനിമയ്ക്ക് പുറത്ത് മീൻസ് ക്യാമറയുടെ പുറകിലാണ് ഇവള് തുണി അഴിച്ചിട്ടുള്ളത്. അതാണ് ഇവളുടെ ഏറ്റവും വിജയം. അതെ ആന്റി സത്യം. പക്ഷെ ഇവൻ അതിന് ബലിയാടായ പിന്നെ പരിചയമില്ലേ? മോഹൻലാൽ വിളിച്ചിരുന്നു, മനോജ് കജയൻ വിളിച്ചിരുന്നു, സുരേഷ് മേനക വിളിച്ചിരുന്നു. പിന്നല്ലാതെ പിന്നെ പാവം കലാരഞ്ജിനി ഇങ്ങോട്ട് വിളിച്ചു, സുരേഷ് ബാബു വിളിച്ചു. സകലമായ സിനിമയിലെ ഒരുപാട് പേര് മോന് സപ്പോർട്ട്. പിന്നല്ല തീർച്ചയായും. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ആന്റി, കാവ്യയുടെ കാര്യം ആന്റി ഞാനൊന്നുമല്ല, ഞാനൊരു മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കലാരഞ്ജിനിയൊക്കെ ചോദിക്കുന്നു, എന്തിനാ മണിയാന്റി ഒരു ന്യൂസ്? ഇവള് നിശ്ചയം വരെ മോനെ ഇവള് രഹസ്യമാക്കിയിരുന്നു, അറിയാവോ? അതാണ്. വെളിയിൽ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോ ഇവള് സമ്മതിച്ചില്ല. കാരണം ഞാൻ ചോദിക്കട്ടെ, ദിലീപ് വന്നോ കല്യാണത്തിന്? അവൻ കോട്ടയത്ത് നിൽക്കുമായിരുന്നു. മഞ്ജു അല്ലേ വന്നോളൂ? മഞ്ജു വന്നു. ഇപ്പൊ എന്നിട്ട് അവന് കോഴിലോട്ട് എന്തിനാ ഇവൻ ബാക്കി കാര്യങ്ങളൊക്കെ നടത്തിയത് ഇവിടെ? അതാണ് ആന്റി, അതാണ്. പട്ടണത്തിൽ പോലും കഴിഞ്ഞ് വന്നപ്പെട്ടിട്ട് പിന്നെ എന്ത് ചെയ്ത് എവിടെ നിൽക്കത്തില്ല, അവർക്ക് അങ്ങ് പോകണം. എനിക്കറിയാം. കാരണം ഇവളുടെ ഡ്രൈവർ ആണ് നമുക്കറിയാവുന്ന ആള്. അല്ല മോനെ, ആകപ്പാടെ മോനെ 2 മാസം ഇവിടെ ജീവിച്ചിട്ടുള്ളവള്. പോയിട്ട് വന്നിട്ട് 3 ആഴ്ച. അന്ന് ഗോപികയുണ്ട് ഇവിടെ, കണ്ണന്റെ ഭാര്യയുണ്ട് ഇവിടെ. ശരി. അപ്പൊ കണ്ണന്റെ ഭാര്യ അങ്ങോട്ട് ഇപ്പൊ കൊട്ടേഷൻ കൊടുത്തിരിക്കുക മോനെ കൊല്ലാൻ. അയ്യോ ശ്രീകണ്ഠേശ്വര, അയ്യോ ആന്റി മതി. ദിലീപ്, അതാണ് ദിലീപിന്റെ മിടുക്ക്. അവൻ അറിഞ്ഞൂടാ, അവൻ സിനിമയെ കാണുന്നുള്ളൂ ലോകം. നമ്മളാരാണെന്ന് അവന് മനസ്സിലായിട്ടില്ല. അല്ല ഞാനിതാണ് പറഞ്ഞു, ഞാൻ ഏഷ്യാനെറ്റോട് ഞാൻ പറഞ്ഞു വരുന്നല്ല, ഈ എഴുതുന്നവർക്കും പറയുന്നവർക്കും ഈവൻ കാവ്യക്ക് പോലും അറിഞ്ഞൂടാ. കാവ്യക്ക് പോലും ചെന്ന് എത്തപ്പെടാൻ പറ്റാത്ത ഒരു ഫാമിലിയാണ് അവര്. അതെല്ലാരും പറഞ്ഞത് അത്രേ ഉള്ളൂ. വിറ്റ് നടന്നത് ഒരു ഫാസിനേഷൻ ആയിരുന്നെങ്കിൽ അതങ്ങ് തീർത്താൽ മതിയായിരുന്നു. അത്രേ ഉള്ളൂ. സത്യപാവം കൂട്ടുമോനെ ഒരാളോടുണ്ട്, കാർത്തിക. എവിടെ രഹസ്യങ്ങൾ മൊത്ത ഏതൊക്കെ ചെറുക്കന്മാരോട് പോകണം, തുണി അഴിക്കണം എന്നുള്ളത് പറയുന്നത് കാർത്തിക. നല്ല സാധനമാണ്. അവളാ ഇതിന്റെ. അവളും ദിലീപും കാവ്യം കൂടാണ് ഇത് കളിക്കുന്നത് മൊത്തം. സന്തോഷ് മാധവന്റെ അടുത്തൊക്കെ പോയിട്ടുള്ളത് തന്നെ അവന്. പിന്നല്ല അറിയാം. കാരണം ഞാൻ പറഞ്ഞില്ല, ലാൽ മീഡിയെന്ന് ആവശ്യമുള്ള ന്യൂസുകളൊക്കെ എനിക്ക് കിട്ടാറുണ്ട്.
ആ ന്യൂസുകൾ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ തകർന്നു പോയത്. അയ്യോ സച്ചിൻ നിശ്ചലിന് കാവ്യഭാഗത്ത് ഞാൻ തകർന്നു. കാരണം അതിന് 1 മാസം മുമ്പ് വരെ ഞാൻ അവളുടെ വീട്ടിൽ പോയി ഇന്റർവ്യൂ എടുത്താണ്. അവളുടെ വിദേശ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴേ ഞാൻ ഇന്റർവ്യൂ എടുത്തു അവളുടെ പുതിയ വീട്ടിൽ എറണാകുളത്തെ. അതൊക്കെ ലോണിലാ മോനെ, പൈസയൊന്നും ഇല്ല. അങ്ങനെ ഉദ്ദേശിച്ചു, ഞാൻ ഉദ്ദേശിച്ചതല്ല. അപ്പോഴും അറിഞ്ഞു നമ്മളിത് കേൾക്കാം. നമ്മള് സാധാരണ ഡൗറിയൊക്കെ പറയുന്നത് കല്യാണ സമയത്തല്ലേ പറയുന്നത്. അതെ അതെ അതെ. അന്ന് പോലും ഞാൻ സുനിലിന്റെ അടുത്ത് ചോദിച്ചു, എന്താ പറയാ നമ്മൾ പറഞ്ഞത്, ഒന്നും പറഞ്ഞില്ല ചേച്ചി. അതെ അതെ. പിന്നെ എന്തോന്നാടാ ഇപ്പൊ ഒരു പറച്ചിൽ വന്നത്, സ്വർണം പോലും നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങളുടെ അത്ര സ്വർണം ഇവർക്ക് തപ്പിയാ കിട്ടുമോ? എനിക്ക് അറിഞ്ഞൂടാ, സ്വർണം കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു മോനെ. അത് അങ്ങനെയല്ല ആന്റി, ആന്റിയുടെ ഒക്കെ ഒത്തിരി ഫാമിലി സെറ്റപ്പിലുള്ള സ്വർണം ഇവള് അതെല്ലാരും പറയുന്നത് നമ്മുടെ വീട്ടിൽ കയറാനുള്ള യോഗ്യത ഉണ്ടോ, പക്ഷെ അവൻ അത് രോമത്തിന്റെ വില കൊണ്ടോ. അല്ല അവനെ ഇന്ന് എന്തിനാ അവൻ ഇത്രയും എഡ്യൂക്കേറ്റഡ് അല്ലേ അവൻ? എനിക്ക് ഭയങ്കര വിഷമം. സത്യം അവള് മറ്റവന്റെ രുചി അറിഞ്ഞു, അതുകൊണ്ട് അവൻ പറഞ്ഞോ നീ ഇത് കഴിയുമ്പോ ഇങ്ങ് പോരണം. അതെ അതെ അതെ. അയ്യോ ഈ ചെറുക്കന്റെ അടുത്ത് വേണ്ടായിരുന്നു, അത് അവള് തന്നെ അനുഭവിച്ചോളും. തീർച്ചയായും തീർച്ചയായും അവളെ ഇഷ്ടപ്പെടും. ഞാൻ ആരെങ്കിലും ഉമ്മ തരുന്നു, അറിഞ്ഞോണ്ടല്ല. ആന്റി എന്റെ നമ്പർ സൂക്ഷിച്ചു വെച്ചിട്ട് എന്നെ വിളിച്ചല്ലോ. സൂക്ഷിച്ചു വെച്ചു മോനെ. പിന്നെ ആന്റി ഇതുവരെയും ഇത്തിരി വിഷമത്തിലായിരുന്നു, ഇപ്പൊ എല്ലാം മാറി. സന്തോഷം ആന്റി, ഒരു കുഴപ്പമില്ല. ഞാൻ സച്ചു ഭയങ്കര ഹാപ്പിയായി ഇവള് പോയതിന് ശേഷം. ഇവനെ ഒത്തിരി ഹരാസ് ചെയ്തു മോനെ. നന്നായിരുന്നാ മതി. അല്ല മോനെ ഒരുപാട് ഹരാസ്. അവൾ അങ്ങനത്തെ ടൈപ്പാണ് ആന്റി, ഒരു പെണ്ണല്ലേ. അവരുടെ വീട്ടിൽ ചെന്ന ഉടനെ ചോദിച്ചു ചോറ് വെക്കാൻ അറിയാമോ. അവരുടെ അമ്മ ചോദിച്ചു അപ്പൊ ഇവന് ഇപ്പഴാ ഇതൊക്കെ പറയുന്നത്, ചോറ് വെക്കാൻ അറിയാമോ. ഉടനെ അമ്മ അയ്യോ എനിക്ക് അറിഞ്ഞുകൂടാ. ഉടനെ അവന്റെ അടുത്ത് ചോദിച്ചു എന്താ ചോറ് വെക്കാൻ പഠിക്കാഞ്ഞാന്ന്. കഷ്ടം. അപ്പൊ ഇവള് മോന്റെ അടുത്ത് ചോദിച്ചു, അത് തള്ള ചോദിച്ചത്. ഇവള് മോന്റെ അടുത്ത് ചോദിച്ചു പ്രണയിച്ചിട്ടുണ്ടോന്ന്. അപ്പൊ അവൻ പറഞ്ഞു പ്രണയിക്കാനല്ല എന്നെ വിട്ടത്, എന്നെ പഠിക്കാൻ അമേരിക്ക വിട്ടതെന്ന്. അവൻ പറയാം അമ്മേ എന്ത് വൃത്തിയത്തെ വർത്താനൊക്കെ ഈ പെണ്ണ് പറയുന്നു. ഇതൊക്കെ മനസ്സിലാക്കി ഇടയ്ക്ക് കൊണ്ടുപോകായിരുന്നോ. ഇതിനൊന്നും ആരോടും ഇത് വലിയൊരു വോയിസ് ആണ് കേട്ടോ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? രാഹുൽ ഈശ്വറിന്റെ സ്വഭാവമാണ് ഇവിടെ വെളിവാക്കുന്നത്. ശരിക്കും ഒരു ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയാം അല്ലെ. കൂടെ നിന്ന് ഒറ്റുന്ന ആളാണ് ഇത്. ദിലീപ് പണ്ട് ഒരു ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു സംവിധായകനെ കൂടെ നടന്നിട്ട് ഇപ്പൊ എല്ലാം കൂടി ഒറ്റിപ്പോ അയാൾ മരിച്ചല്ലോ. അപ്പൊ അതേപോലെ രാഹുൽ ഈശ്വറും ദിലീപിനെ ഒറ്റുമെന്നത് ഉറപ്പാണ്. കണ്ടില്ലേ, കേട്ടില്ലേ? ശരിക്കും ദിലീപിനെയും കാവ്യയെയും ഇത്രയൊക്കെ പറഞ്ഞ എങ്ങനെയാണ് ഈ ചാനൽ ചർച്ചയിൽ ഇപ്പൊ ദിലീപിന്റെ കയ്യാളായി നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇനി ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത് രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപയുടെ ബന്ധുവാണ് ഈ കാവ്യയെ ആദ്യം കല്യാണം കഴിച്ച ചെക്കന്റെ വീട്ടുകാര്, ഭർത്താവിന്റെ വീട്ടുകാര്. അപ്പൊ ഈ ആന്റിയായിട്ട് അവർക്ക് നല്ല ബന്ധമുണ്ട്. ശരിക്കും ഇയാൾക്കൊരു സ്റ്റാൻഡ് ഇല്ലാതെയാണ് ഇവിടെ പെരുമാറുന്നത് കേട്ടോ. അയാൾ തകർന്നു പോയി പോലും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരുന്നുണ്ട്. ശരിക്കും ഈ അമ്മ പറയുന്നത് ഇവര് ഡിറ്റക്റ്റീവിനെ വെച്ച് അന്വേഷിപ്പിച്ചു, എന്താണ് ഇങ്ങനെ കാവ്യ ആര് മുഖാന്തരാണ് ഇങ്ങനെ പുറത്തു വിട്ടത്, ഇവരെ മകൻ ശരിക്കും ഡ്രഗ് അഡിക്റ്റ് ആന്നൊക്കെ പറഞ്ഞിട്ടാണ് കാവ്യ കേസ് കൊടുത്തിരിക്കുന്നത്. വേഗം ഡിവോഴ്സ് കിട്ടാൻ വേണ്ടി. അപ്പൊ ദിലീപിന്റെ പണിയാണ് എന്നാണ് ആ അമ്മ ആരോപിക്കുന്നത്. നമുക്കാർക്കും സത്യം അറിയില്ല. അപ്പൊ ഡിറ്റക്റ്റീവിനെ വെച്ചപ്പോ ആളെ പിടുത്തം കിട്ടിയപ്പോ ആളോട് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞത് കാവ്യയുടെ അമ്മ അങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞു. അങ്ങനെ അപ്പൊ എന്തിനാണ് അങ്ങനെ പറയാൻ പറഞ്ഞു വെച്ചപ്പോ ജനങ്ങളുടെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് കാവ്യ ഡിവോഴ്സ് ആയത്, അതിനു വേണ്ടിയിട്ടുള്ള സിമ്പതിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവര് പറയുന്നത് ഇത്രയും ബാഡ് ആയിട്ടുള്ള ഫാമിലി ആയിട്ട് ഞങ്ങൾ എങ്ങനെ ബന്ധം കൂടി എന്നറിയില്ല. അപ്പൊ രാഹുൽ ഈശ്വറും പറയണ്ടേ, ആന്റി ഞാനിത് കല്യാണത്തിന് മുന്നേ ഞാൻ പറഞ്ഞതല്ലേ, വിളിച്ചിട്ട് ഇവർ തമ്മിൽ പ്രേമമുണ്ട്, ദിലീപായിട്ട് പ്രേമമുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ വിളിച്ചു പറഞ്ഞതല്ലേ. ആന്റി അത് ഇതാക്കി എടുത്തില്ല, മുഖവിലക്ക് എടുത്തില്ല. നിങ്ങളുടെ ഫാമിലിയിൽ കേരള ഒരു രോമത്തിന്റെ വില പോലും ഇല്ല എന്ന് ഈ അമ്മ പറയുന്നു കേട്ടോ. ശരിക്കും അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്താ എല്ലാവർക്കും ഒരേ വിലയൊക്കെ തന്നെയാണ്. പക്ഷെ രോമത്തിന്റെ വില, അവർ അത്രയും നല്ല പണക്കാരാണ്, ഇവർക്ക് ഒട്ടുമില്ല, വീട് വരെ ലോണാണ് എന്നൊക്കെ കാവ്യയുടെ വീടിനൊക്കെ വെച്ചിട്ട് അത് കാശിന്റെ കണക്കിലാണ് രോമത്തിന്റെ വിലയില്ല എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. പിന്നെ ഇവള് എപ്പോഴും ദിലീപിനെ വിളിക്കുമായിരുന്നു എന്ന് ഈ അമ്മ പറയുന്നു കേട്ടോ. അതുപോലെ തന്നെ 3 ദിവസം മുന്നേ, കല്യാണത്തിന് 3 ദിവസം മുന്നേ ചാകാൻ പോയി എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇവിടെ ഈ അമ്മയ്ക്ക് ഭയങ്കര വിഷമത്തിലായിരുന്നു. അപ്പൊ ഈ അമ്മ വന്ന് ചോദിച്ചറിഞ്ഞപ്പോ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ലാതെയാണ് എന്റെ ഈ കല്യാണം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഡ്രഗ് അഡിക്റ്റ് ആണ് എന്റെ മകൻ എന്നൊക്കെ പറഞ്ഞത് എന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ ഇത് നമ്മുടെ രാഹുൽ ഈശ്വർ പറഞ്ഞു നോക്കിക്കോ. ഞാൻ തകർന്നു പോയി ആന്റി അത് കേട്ടപ്പോ. ഇങ്ങനെ അവനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരെ നാക്ക് അഴുകി പോവും എന്നൊക്കെ രാഹുൽ ഈശ്വർ പറയുന്നത് കേട്ടോ. പിന്നെ
ഈ അമ്മ പറയുന്നുണ്ട് മഞ്ജു ഭയങ്കര വഴക്കാണെന്ന് പറയുന്നു. എന്നെന്നും വഴക്കാണ്. ഉം, ഇവളാണെങ്കിൽ ഇവന്റെ കാല് പിടിച്ച് നടക്കുകയല്ലേ, അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഞാനൊരു ദിവസം ജോഗിങ്ങിന് പോവായിരുന്നു. അത് ആരാ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാഹുൽ ഈശ്വർ പറയാം. ജോഗിങ്ങിന് പോണ സ്ഥലത്ത് രണ്ട് സ്ത്രീകൾ നടന്നു പറഞ്ഞു പോകുന്നു. കാവ്യ ആ പയ്യനെ വിട്ടുട്ടോ, അവരൊരു പന്നകളാണെന്ന് തോന്നുന്നു കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് രാഹുൽ ഈശ്വർ പറയുന്നത് ഭയങ്കര മോശമായ കാര്യമാണ്. ക്യാമറയ്ക്ക് പുറകിലാണ് ഇവൾ തുണി അഴിക്കാറ്. സാധാരണ ആൾക്കാർ ക്യാമറയ്ക്ക് മുന്നിൽ തുണി അഴിക്കുമ്പോൾ ഇവള് ക്യാമറയ്ക്ക് പുറകിൽ തുണി അഴിക്കുന്നു. അത്രയും വൃത്തികെട്ടവളാണ് എന്നൊക്കെ പറഞ്ഞ് ആരോപിച്ച രാഹുൽ ഈശ്വർ എങ്ങനെയാണ് ഇവരെ മുഖത്ത് നോക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഈ ഡിവോഴ്സ് ആയപ്പോൾ മോഹൻലാൽ, സുരേഷ് മേനക, മനോജ് കെ ജയൻ, കലാരഞ്ജിനി ഇവരൊക്കെ കുറേ ആൾക്കാര്, സുരേഷ് ഗോപി ഇവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവരെ സിനിമാക്കാരൊക്കെ ഒരുവിധ ആൾക്കാരും ഇവർക്കാണ് സപ്പോർട്ട് എന്ന് പറയുന്നു. കാവ്യയുടെ എക്സ് ഹസ്ബൻഡിനെയാണ് എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യുന്ന സിനിമാക്കാരിൽ ഒരു 60% ആൾക്കാരും എന്നൊക്കെ ഈ അമ്മ പറയുന്നുണ്ട്. പിന്നെ പിന്നെ രാഹുൽ ഈശ്വറിനോട് വേറൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത്, കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് മോനെ, സിനിമയിൽ കാണുന്ന പോലെ തന്നെ അവർ പെരുമാറുന്നത്, കൊട്ടേഷൻ കൊടുത്ത് എൻ്റെ മോനെ കൊല്ലാൻ നോക്കുകയാണെന്ന് പറഞ്ഞു. അയ്യോ അമ്മയെ നിർത്ത് ഇനി എനിക്ക് കേൾക്കണ്ട എന്നൊക്കെ രാഹുൽ ഈശ്വർ ഭയങ്കരമായിട്ട് വികാരജനനാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഇവനെ ആകെ കൂടി ഈ സിനിമയിൽ കാണുന്നതാണ് ലോകം എന്നാണ് ഇവന്റെ വിചാരം, പുറത്ത് ലോകങ്ങളൊന്നും ഇവന് അറിയില്ല എന്നൊക്കെ രാഹുൽ ഈശ്വർ ഘോരഘോരമായിട്ട് പ്രസംഗിക്കുന്നുണ്ട്. പിന്നെ കാവ്യക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ഫാമിലിയാണ് അമ്മയുടേത് എന്ന് അവർക്ക് അറിയില്ല എന്ന് പറയുന്നത്. അപ്പൊ അമ്മ പറയുന്നത് ഇവർക്ക് എല്ലാത്തിനും കൂട്ടായിട്ടൊരു പെണ്ണുണ്ട്, ഏതാണല്ലോ സുജാ കാർത്തിക. സുജാ കാർത്തികയുടെ എതിരെയും ഇവർ പറയുന്നുണ്ട് കേട്ടോ. ഏതൊക്കെ ചെക്കന്മാർക്ക് ഇവള് കിടന്നു കൊടുക്കണം, ഏതൊക്കെ ചെക്കന്മാർക്ക് തുണി അഴിച്ചു കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് സുജാ കാർത്തികയാണ് എന്ന് ഇവര് പറയുന്നുണ്ട്. കാവ്യനാണ് പറയുന്നത്. അപ്പോ നമ്മുടെ രാഹുൽ ഈശ്വർ പറയണേ അവളും കണക്കാ അമ്മേ, അവളൊരു മാതിരി സ്വഭാവമാണ് എന്ന്. അപ്പൊ അമ്മ പറയുന്നുണ്ട് കാവ്യക്ക് പൈസ ഒന്നുമില്ല മോനെ, ലോൺ എടുത്തിട്ടാണ് ആ വീടൊക്കെ വെച്ചിരിക്കുന്നത് തന്നെ. പിന്നെ എന്റെ മോൻ അവളെ വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോ ഇപ്പൊ അവൾ ചോദിക്കുകയാണ് ചോറ് വെക്കാൻ അറിയോന്ന് അവളെ അമ്മ ചോദിക്കുന്നത്. ചോറ് വെക്കാൻ പഠിക്കണ്ടേന്ന്. അപ്പൊ ഇവള് ചോദിക്കുകയാണ് പ്രണയിച്ചിട്ടുണ്ടോന്ന്. അപ്പൊ അയ്യേ എന്റെ മോൻ എന്നോട് വന്നിട്ട് പറയാം അമ്മേ പൊട്ട ഫാമിലിയാണമ്മേ, എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ മോൻ എന്താ ആൻസർ പറഞ്ഞേ? ഞാൻ പറഞ്ഞു എന്നെ അമേരിക്കയിൽ വിട്ടത് പ്രണയിക്കാനല്ല പഠിക്കാനാണ് എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു പ്രശ്നം വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരിത്തേക്കും അല്ലെ. കുറെ കാര്യങ്ങൾ അവര് പറഞ്ഞു എന്ന് പറയും, ഇവര് പറഞ്ഞു എന്ന് പറയും. ഇതിലേതാണ് ശരി എന്താണ് ശരി എന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോ രാഹുൽ ഈശ്വറിനെയാണ് നമ്മൾ പൊളിച്ചടക്കുന്നത് അല്ലെ. അപ്പൊ രാഹുൽ ഈശ്വർ എന്തിനാണ് ഇങ്ങനെ നിന്നത്? ഇത്രയൊക്കെ അറിയാവുന്നിട്ടും ഇപ്പൊ ദിലീപും കാവ്യയും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ദിലീപിനെ ഇപ്പൊ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ആള് അല്ലെ. അപ്പൊ ആളൊരു സ്റ്റാൻഡിൽ നിൽക്കണം. എന്താണ്? ദിലീപും കാവ്യമായിട്ടുള്ള ബന്ധത്തിനെ ഞാൻ എതിർക്കുന്നുണ്ട്, അങ്ങനെ ഒരു സ്റ്റാൻഡ് നിൽക്കണമായിരുന്നു, ഞാൻ എതിർക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതിജീവിതയെ റേപ്പ് ചെയ്ത ഗൂഢാലോചനയിൽ ദിലീപ് ഇല്ല എന്നുള്ളത് വ്യക്തമായി എനിക്കും കൂടി അറിയാവുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് ആ കാര്യത്തിന് ദിലീപിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരൊറ്റ സ്റ്റാൻഡ് നിൽക്കുകയാണെങ്കിൽ ഇയാൾക്ക് എന്തുണ്ടായേനെ? ഒരു എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റാൻ പറ്റുന്നത്. ഇതിപ്പോ ഇയാൾ നോക്ക് അടി കൂടെ ഫോൺ വിളിച്ചിട്ട് ദിലീപിനെയും കാവ്യനെയും കുറ്റം പറയുന്നു. പിന്നെ എല്ലാവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നിട്ട് പറയുന്നു ദിലീപ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല, അങ്ങനെ ഇങ്ങനെ പറയാം. അപ്പൊ ശരിക്കും ഇയാളുടെ സ്റ്റാൻഡ് എന്താണ്? ഡബിൾ സ്റ്റാൻഡോ ട്രിപ്പിൾ സ്റ്റാൻഡോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇയാൾ ചെയ്യുകയാണെങ്കിൽ ഇയാൾ എല്ലാവരും വാഴ്ത്തപ്പെട്ടേനെ അല്ലെ, ഇയാള് എപ്പോഴും ഒരേ സ്റ്റാൻഡ് എടുക്കുന്നേ എന്ന് പറഞ്ഞേനെ. പക്ഷെ ഇതിപ്പോ നമുക്ക് അതുപോലും പറയാൻ പറ്റുന്നില്ല. ഇയാൾ എന്തൊക്കെ വൃത്തികേടുകളാണ് ഈ പറയുന്നത്. ഇതൊന്നും പുറത്തു വരുന്നു വിചാരിച്ചിട്ടായിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ പറഞ്ഞു പോയി കഴിഞ്ഞു. പറഞ്ഞു പോയ സ്ഥിതിക്ക് ഇയാളുടെ സ്റ്റാൻഡ് ഇയാൾ വെളിപ്പെടുത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും കാവ്യയും ദിലീപുമായിട്ടുള്ള ബന്ധത്തെ ഞാൻ എതിർക്കുന്നുണ്ട്. പക്ഷെ അതിജീവിതയെ അതും വെച്ചുകൊണ്ട് പെരുമാറേണ്ട ആവശ്യകത ദിലീപിനില്ല. കാരണം അവർ തമ്മിൽ കല്യാണം കഴിഞ്ഞു. അതിന് ശേഷമാണ് അതിജീവിതനെ ബലാത്സംഗത്തിന് ഗൂഢാലോചന കൊട്ടേഷൻ കേസ് കൊടുക്കുന്നത് എന്ന് വേണമെങ്കിൽ പറഞ്ഞിടാം അല്ലെ. അത് ദിലീപ് അല്ല കേട്ടോ ചെയ്തിരിക്കുന്നത്. അത് 99% ഉറപ്പാണ് ദിലീപ് അല്ല ചെയ്തിരിക്കുന്നത്. 1% സ്കൂപ്പ് ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ തെളിവുകളും ഇല്ല. 100ഓളം തെളിവുകൾ ഇവരെ കൈകളിൽ ഉണ്ട് എന്ന് പറഞ്ഞ് വക്കീൽ പിടിച്ച് നടക്കുന്നുണ്ട്. ആ 100ഓളം തെളിവുകൾ ഇനി പുതുതായിട്ടുണ്ടെന്നാ പറയുന്നത് കേട്ടോ. ഇതൊക്കെ സമർപ്പിച്ചതൊന്നും പോരാ, വായ്മൊഴികളാണ് ഒക്കെ സമർപ്പിച്ചിരിക്കുന്നത്. ഇനി വീണ്ടും കുറെ 100 വായ്മൊഴി ഉണ്ടെന്ന് പറയുന്നത്. വായ്മൊഴി കോടതിയിൽ വിലപ്പോകില്ല എന്റെ പൊന്നു വക്കീലെ. നിങ്ങൾ രേഖാപൂർവമായിട്ടുള്ള തെളിവും കൊണ്ട് ചെല്ലൂ. അപ്പോഴാണ് കോടതി അവരെ ശിക്ഷിക്കുക. ഓക്കെ, നല്ലത് മാത്രം വരട്ടെ. ഓക്കെ, താങ്ക് യു.